ശബരിമല യുവതീ പ്രവേശന കേസ് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കുന്നു. നാളെ 44-ാമത്തെ കേസായി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് കേസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. 9-അംഗ ബെഞ്ച് രൂപീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ നാളെ സുപ്രീം കോടതി പരിഗണിക്കും. ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുകയാണ്. ജിഷ്ണു, ഏതാണ്ട് 7 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേരളത്തിൽ വലിയ കോലിളക്കമുണ്ടാക്കിയ ഒരു കേസ് വീണ്ടും സുപ്രീം കോടതി പരിഗണിക്കാൻ പോകുന്നത്. എപ്പോൾ വാദം തുടങ്ങും, ഏത് ബെഞ്ചാകും ഇത് പരിഗണിക്കുക തുടങ്ങിയ വിഷയങ്ങളൊക്കെ ആയിരിക്കുമല്ലോ നാളെ ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ രൂപപ്പെടാൻ പോകുന്ന ചർച്ച. അതിനുശേഷം കോടതി ഒരു തീരുമാനത്തിലേക്ക് നാളെ എത്തുമോ? ഗൗതം, 2019 ശേഷം ആദ്യമായാണ് ശബരിമല വിഷയം ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കുന്നത്. ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ കേരളത്തിൽ വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ച ഭക്തരെ അത്രയധികം വേദനിപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചില നിലപാടുകളെടുത്ത വിഷയമാണ് ശബരിമല യുവതീ പ്രവേശനം. ആ കേസിൽ യുവതീ പ്രവേശന വിധി സുപ്രീം കോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയെ ചോദ്യം ചെയ്ത് സമർപ്പിച്ചിട്ടുള്ള പുനഃപരിശോധനാ ഹർജികളാണ് നാളെ സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് നാളെ ഹർജി പരിഗണിക്കുമ്പോൾ ഒന്ന്, ഈ 5-അംഗ ബെഞ്ചിന്റെ ഹർജികൾ പുനഃപരിശോധിക്കുമ്പോൾ 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കേണ്ടതുണ്ട്. 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ രൂപീകരണവും കേസ് എന്നു മുതൽ വാദം കേൾക്കും തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളായിരിക്കും നാളെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള 3-അംഗ ബെഞ്ച് പരിശോധിക്കുകയും അതിന്മേൽ ഏതെങ്കിലും നിരീക്ഷണം നടത്തുകയും ചെയ്യുക. നാളെ സുപ്രീം കോടതിയിൽ കേസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസ് പരിഗണിക്കുമ്പോൾ ഈ 2 സാധ്യതകളാണുള്ളത്. കാരണം അതിനപ്പുറത്തേക്ക് ആ വിഷയത്തിലേക്ക് വാദം കേൾക്കാനോ വിശദമായ പരിശോധന നടത്താനോ നിലവിൽ 3-അംഗ ബെഞ്ചിന് സാധിക്കില്ല. അതുകൊണ്ട് 9-അംഗ ബെഞ്ചിന്റെ രൂപീകരണവും എപ്പോൾ വാദം തുടങ്ങാം എന്നത് സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങളും തീരുമാനങ്ങളുമായിരിക്കും 3-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക. 2018 സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് സംസ്ഥാന സർക്കാരിൻ്റെ സത്യവാങ്മൂലം കൂടി കണക്കിലെടുത്തുകൊണ്ട് ശബരിമലയിൽ സ്ത്രീ പ്രവേശനമാകാം, യുവതീ പ്രവേശനമാകാം എന്നൊരു വിധി പ്രസ്താവിച്ചത്. എന്നാൽ അതിൽ നിർബന്ധപൂർവം അത്തരത്തിൽ യുവതീ പ്രവേശനം നടത്തണമെന്നോ ഉള്ള കാര്യമോ അല്ലെങ്കിൽ ഇത്ര കാലയളവിനുള്ളിൽ യുവതീ പ്രവേശനം നടത്തണമോ എന്നൊന്നും തന്നെ നിർദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ആ വിധി കണക്കിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആ വിധി എടുത്തുകൊണ്ട് സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അതുകൊണ്ട് സ്ത്രീകളെ ശബരിമലയിൽ കയറ്റണം എന്ന കർശന നിലപാട് സ്വീകരിക്കുകയും വലിയ രീതിയിൽ പോലീസിന്റെ സംരക്ഷണതയിൽ അയ്യന്റെ മണ്ണിലേക്ക് ശബരിമലയിലേക്ക് വനിതകളെ എത്തിക്കാൻ ശ്രമിച്ചു. അന്ന് ഭക്തരുടെ, തീർത്ഥാടകരുടെ പ്രതിഷേധ കടൽ, നാമജപ പ്രതിഷേധ കടൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നീട് രാത്രിയുടെ മറവിൽ അവിടെ ആക്ടിവിസ്റ്റുകളെ കയറ്റാനും സംസ്ഥാന സർക്കാരിന് സാധിച്ചു. നിലവിൽ സുപ്രീം കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഏറ്റവും നിർണായകമാവുക സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടായിരിക്കും. നിലവിൽ നൽകിയിട്ടുള്ള സത്യവാങ്മൂലം തിരുത്തി നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകുമോ, അതല്ലെങ്കിൽ ശബരിമലയിൽ യുവതീ പ്രവേശനമാകാമെന്ന നിലപാട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ തുടരുമോ എന്നുള്ളതായിരിക്കും ഏറ്റവും നിർണായകമായ കാര്യം. ഗൗതം. ഓക്കെ ജിഷ്ണു, എന്തായാലും വളരെ സുപ്രധാനമായ ശബരിമലയിലെ യുവതീ പ്രവേശന കേസ് നാളെ വീണ്ടും പരമോന്നത കോടതിയായ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുകയാണ്. 9-അംഗ ബെഞ്ചിന് വിടുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ, ഒപ്പം ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ എപ്പോൾ വാദം തുടങ്ങണം തുടങ്ങിയ വിഷയങ്ങളാകും ഒരുപക്ഷെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് മിശ്ര അധ്യക്ഷനായ ബെഞ്ച് നാളെ പരിഗണിക്കുക. 44-ാമത്തെ കേസായിട്ടാണ് സുപ്രീം കോടതി നാളെ ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങളുമായി ചേർന്നത്.